വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരുടെ പ്രതിഷേധം മൂന്നാം ദിവസവും തുടരുകയാണ്. ഡൽഹി അതിർത്തികളിൽ തമ്പടിച്ചാണ് പ്രതിഷേധം. കർഷകരുമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച വൈകിട്ട് അല്പസമയത്തിനകം നടക്കും. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ കർഷകരുടെ തീരുമാനം. शांति से हम आगे जाना चाहते हैं क्योंकि हमारा देश है, हमारी राजधानी है। हमारे यहाँ जो मंगा है, जो किसान आंदोलन हुआ था उसमें मनी हुई मंगे थी और हमारे को विश्वास दिलाया था। अभी 1.5-2 साल हो गया, हमारी मांगों के ऊपर कोई गौर नहीं किया गया। अभी चौना है, चौना दोबारा जितने का ऐलान हो रहा है कि हमने तीसरी बार सरकार बनाना है, मोदी सरकार। पर हमारे को केंद्र सरकार ने 2 बार पहले मीटिंग दिया, उसमें भी कुछ नहीं निकाला। आज हम जरा 13 तारीख इधर बैठे हैं, 13 तारीख से लेकर 2 दिन हो गए, हमारे ऊपर अथरू गैस गोला गोली सब कुछ फेंक रहे हैं। हमारे सैकड़े से जो लोग हैं जो जख्मी हो गए हैं। ചർച്ചകളിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിഷേധിക്കുന്ന കർഷകരുടെ തീരുമാനം. അതേസമയം തന്നെ ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ റെയിൽ റോഡുകൾ തടയുന്നതടക്കമുള്ള ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനും പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും എന്താണ് നിലവിൽ ശംഭു അതിർത്തിയിലെ സാഹചര്യം എന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരും. ആദ്യം ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ. നിതിൻ, എന്താണ് ശംഭു അതിർത്തിയിലെ സാഹചര്യം ഇപ്പോൾ? പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരം ശംഭു അതിർത്തിയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ട്രാക്ടറുകളുമായിട്ടാണ് കർഷകർ ശംഭു അതിർത്തിയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിന് തന്നെ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള ചർച്ച ചണ്ഡീഗഡിലെ പഞ്ചാബ് ഹൗസിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഏതെങ്കിലും തരത്തിൽ ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ വീണ്ടും ശംഭു അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹരിയാനയിലും കൂടുതൽ കർഷകർ പലയിടങ്ങളിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ശംഭു അതിർത്തിയിൽ ഇന്ന് സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് പോകുന്നു. ഇന്നലെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസും അതോടൊപ്പം തന്നെ കർഷകരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചത് വലിയ സംഘർഷങ്ങൾക്കാണ് ഇടവരുത്തിയത്. എന്തായാലും ഹരിയാന ഭാഗത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസും കേന്ദ്രസേനയും നിലയുറപ്പിച്ചുകൊണ്ട് കർഷകരുടെ സമരത്തെ തടയുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പാലത്തിന് മുകളിൽ പോലീസ് ഇപ്പോൾ നിലയുറപ്പിച്ചു. ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് ബാരിക്കേഡ് തീർത്തും മുള്ളുവേലി സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേന്ദ്രസേനയും പോലീസും സ്വീകരിച്ചു വരുന്നു. കൂടാതെ വിവിധ ഗ്രാമീണ റോഡുകളിലടക്കം പോലീസ് എല്ലാം തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് കർഷകരെ ഒരു വിധത്തിൽ പോലും ഹരിയാനയിലേക്ക് വിടില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. സമാനം തന്നെയാണ് കുരുക്ഷേത്രയിലെയും പാനിപ്പത്തിലെയും സാഹചര്യം. കൂടാതെ സിംഗു, ഗാസിപ്പൂർ അടക്കമുള്ള അതിർത്തികളിലും ഇതേ സാഹചര്യം തന്നെയുണ്ട്. എന്തായാലും തങ്ങൾ ന്യായമായ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ നേരിടാനാണ് പോലീസിന്റെ ഭാഗത്തും ഇത്രയേറെ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയതെന്ന ഒരു വിമർശനമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ഒരു തരത്തിൽ പോലും ചർച്ച പരാജയപ്പെട്ടാൽ ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചു തന്നെയാണ് കർഷകരുടെ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. ബൽറാം, ഈ വിളകളുടെ താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം വേണം എന്നതാണല്ലോ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ കർഷക സംഘടനകൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ? ഗോപികൃഷ്ണൻ, ഈ വിളകളുടെ താങ്ങുവില നേരത്തെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തത് അനുസരിച്ച് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണ് കർഷകരുടെ 9 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്. ഈ ആവശ്യം എന്നാൽ ഇതുവരെയും ഒരു ധാരണയിലെത്താൻ ആദ്യ 2 ഘട്ട ചർച്ചകളിലും കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഇത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന് പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ പ്രധാനമായും പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ 3 കേന്ദ്രമന്ത്രിമാർ നിത്യാനന്ദ റായ്, പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട എന്നിവരാണ് പങ്കെടുത്തിരുന്നത്. അതിൽ MSPക്കായി ഒരു സമിതി രൂപീകരിക്കാം എന്നും കർഷകരുടെ അഭിപ്രായം ആ സമിതിയെ അറിയിക്കണമെന്നും അത് പിന്നീട് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളതുമാണ്. നിയമനിർമ്മാണം ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിലേക്ക് നടത്താം എന്നുള്ളതായിരുന്നു അറിയിച്ചത്. എന്നാൽ നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും യാതൊരു നീക്കവും ഉണ്ടായില്ല. അതുകൊണ്ട് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കർഷക സംഘടനകൾ നിലപാടെടുത്തത്.
ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അർജുൻ മുണ്ടയും പീയൂഷ് ഗോയലുമാണ്. ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ പഞ്ചാബ് ഭവനിൽ, ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ ചർച്ചയ്ക്കായി എത്തും. അർജുൻ മുണ്ട മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ആശങ്ക പ്രകടിപ്പിക്കുകയും ഒപ്പം തന്നെ എല്ലാ ഈ വിപണി നിയന്ത്രിക്കുന്ന മറ്റ് വ്യാപാര സംഘടനകൾ അടക്കമുള്ളവരുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഒരു നിയമനിർമ്മാണത്തിന് മുമ്പ് എന്നും, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നിയമനിർമ്മാണം സാധ്യമല്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന് ഈ ഘട്ടത്തിലും ഈ വിഷയത്തിലുള്ളത്. കാരണം ഈ വിളകൾക്ക് ഉൽപാദന ചെലവിന്റെ 50% മുകളിൽ വരുന്ന നിലയിൽ താങ്ങുവില ഉറപ്പാക്കുക എന്നുള്ളത് വലിയ വില വർധനയ്ക്ക് ഇടയാക്കും, വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നും വിപണിയിൽ വലിയ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും എന്നുമുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിന് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കൂടിയാലോചനകളിൽ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പരമാവധി കർഷകരെ സമവായത്തിൽ എത്തിക്കാനുള്ള നീക്കമാവും ഇന്നത്തെ ചർച്ചയിലും നടക്കുക. എന്നാൽ അതിൽ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. ശരി, പ്രശ്നത്തിന് സമവായത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്നത്തെ ചർച്ചയിലൂടെ നടത്തുക എന്ന് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ വിളകളുടെ താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സമീപനമായിരിക്കും കർഷക സംഘടനകൾ ഈ ചർച്ചയിലും സ്വീകരിക്കുക എന്നും ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും ആണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകിയത്.